ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 18 തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന സ്ഥലത്തുള്ള ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് മഹോത്സവം നടക്കുകയാണ്. അഷ്ടമംഗല ദേവപ്രശ്ന വിധിപ്രകാരം 10 ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനമായത്. ക്ഷേത്രതന്ത്രി കൊല്ലൂർ ഐത്തറമഠം ബ്രഹ്മശ്രീ കൃഷ്ണപ്രശാന്ത് നീലകണ്ഠർ അവர்களுടെ മുഖ്യ കാർമ്മികത്തിലാണ് ഈ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവവും തൃക്കൊടിയേറ്റ് മഹോത്സവവും നടക്കുന്നത്. പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകി 2026 ഫെബ്രുവരി 27 വെള്ളിയാഴ്ച കൊടിയിറങ്ങുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഈ ക്ഷേത്രം AD 10-ാം ശതകത്തിൽ അവസാനിച്ച ആയി രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടതാണെന്ന് ആണ് വിശ്വാസം. വളരെ അപൂർവമായി കാണപ്പെടുന്ന ഗജപൃഷ്ഠാകൃതിയാണ് ഇവിടുത്തെ ശ്രീകോവിലിലുള്ളത്. ഒരു കാലത്ത് നാഗർകാവ് മാത്രമായിരുന്ന ഈ സ്ഥലത്ത് ഋഷി തുല്യനായിരുന്ന ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ പൂജ നടത്തിയിരുന്നു എന്നും കാവിലെ തീർത്ഥം സേവിച്ചാൽ മഹാരോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. മഹാദേവ ഭക്തനായ ബ്രാഹ്മണശ്രേഷ്ഠൻ അകലെ തെക്കുഭാഗത്തുള്ള ശിവക്ഷേത്രത്തിൽ പതിവായി സന്ധ്യാദീപാരാധനയ്ക്ക് എത്തിയിരുന്നു. ഒരു ദിവസം കാലിനുണ്ടായ അസുഖം നിമിത്തം പതിവ് ദീപാരാധനയ്ക്കെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ മനോവിഷമത്തിൽ കഴിഞ്ഞ ബ്രാഹ്മണശ്രേഷ്ഠൻ താൻ നിത്യവും പൂജിക്കുന്ന കാവിന് സമീപം മഹാദേവനെ ദർശിക്കുവാനുള്ള മാർഗം സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അടുത്ത ദിവസം വിശാലമായ കുളത്തിലെ പാറയിൽ സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗം അദ്ദേഹം കാണുകയും ആ സ്ഥാനത്ത് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഉണ്ടായി എന്നുമാണ് ഐതിഹ്യം. ജലാശയത്തോട് ചേർന്ന് സാധാരണ നിരയിൽ നിന്ന് താഴ്ന്ന സ്വയംഭൂലിംഗം ഇവിടെ കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇളംകുളം ഗോശാലകൃഷ്ണന് തൻ്റെ സഹചാരികളായ ഗോക്കളെ ശ്രീസൂക്തം ചൊല്ലി പൂജിക്കുന്നതും ഊട്ടുന്നതും ഏറെ പ്രിയമാണ് എന്നതാണ് ദേവഹിതം വഴി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീതരായ ഗോക്കളുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ ഭക്തന് ലഭിക്കുന്നു. ഏതാണ്ട് 5½ വർഷം കൊണ്ട് പുനരുദ്ധാരണം നടത്തിയ ക്ഷേത്രം പൂർണ്ണമായും കൃഷ്ണശിലയും തടിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ചെമ്പോല പാകിയതാണ്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒറ്റ തേക്കിന്മേൽ തീർത്ത ആനക്കൊട്ടിലും ഇവിടത്തെ പ്രത്യേകതയാണ്. കൂടാതെ ശ്രീകോവിലിൽ ദേവി ശ്രീ പാർവതി മാതാവിൻ്റെ സാന്നിധ്യവും ഉണ്ട്. സ്വയംഭൂവായ മഹാദേവൻ, ഹനുമാൻ സ്വാമി, ശാസ്താവ്, ത്രിദേവി സങ്കല്പം, ഗോശാലകൃഷ്ണൻ, ഗോപൂജയും ഗോവൂട്ടും ശനീശ്വര പൂജ എല്ലാം ഒരു ക്ഷേത്രഭൂമിയിൽ. കേരളത്തിലിത് അപൂർവമാണ്. ഒരിക്കലെങ്കിലും ഈ സന്നിധിയിൽ വന്ന് ഭഗവാനെ കാണേണ്ടതാണ്. ഭഗവാനെ ദർശിച്ച് വിശ്വാസിയുടെ മനസ്സും ശരീരവും ഭക്തിയുടെ പരകോടിയിൽ എത്തുന്നതുമാണ്. എല്ലാവർക്കും പ്രപഞ്ചനാഥനായ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. शिव शम्भो स्वयंभो भो शम्भो शिव शम्भो स्वयंभो भो शम्भो शिव शम्भो स्वयंभो